നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിലിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണ്. പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഈ മാസം 19-ാം തീയതിയാണ് പെന്തക്കുസ്ത തിരുനാൾ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ പുതിയ വ്യക്തികളായി, പുതിയ സൃഷ്ടികളായി മാറുന്നതിനും കൂടുതൽ ശക്തിപ്പെടുന്നതിനും വിശ്വാസ സമൂഹം പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും നിറയാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയ എന്ന സുഹൃതത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയും ദൈവത്തിൻ്റെ സ്വഭാവവുമാണ് ദയ. ദൈവം അത്രമാത്രം ദയയുള്ള ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ. ഇസ്രായേൽ ജനവും അതോടൊപ്പം പിന്നീട് വന്ന ജനങ്ങളെല്ലാവരും ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഒത്തിരിയേറെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ദയ അതിശക്തമാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ യോനാ പ്രവാചകൻ നിനവേയിൽ പോയി അനുതാപത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ മടി കാണിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ദൈവത്തോട് പറയുന്നുണ്ട്. ദൈവത്തോട് പറയുന്ന കാരണം ഇതാണ്: അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് എന്നോട് നിനവേയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പോകാതിരുന്നത്? അതിൻ്റെ കാരണം ഇതാണ്: അങ്ങ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും, അതിനുശേഷം അങ്ങ് കരുണ കാണിക്കും, ദയ കാണിക്കും. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പോകാൻ മടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പ്രത്യേകതയാണ് ദയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഫലമാണ്. അത് വലിയൊരു അനുഗ്രഹവുമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളിൽ, അവിടെ 31-ാം തിരുവചനത്തിൽ ഈശോ നമുക്ക് തരുന്നൊരു സുവർണ നിയമമുണ്ട്. ഗോൾഡൻ റൂൾ എന്നാണ് അതറിയപ്പെടുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോട് പെരുമാറുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അവരോട് പെരുമാറുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തെറ്റ് വന്നാൽ, ഒരു വലിയ അബദ്ധം നമുക്ക് സംഭവിച്ചാൽ, നമ്മുടെ ആഗ്രഹം എന്താണ്? ഇത്തവണ അത് ക്ഷമിക്കണം, എന്നെ ശിക്ഷിക്കരുത്, അല്ലെങ്കിൽ ആരും അറിയരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു അബദ്ധം കാണുമ്പോൾ അതുപോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും. അവരുടെ അബദ്ധങ്ങളും തെറ്റുകളും ഒന്നുകിൽ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിക്കണമെന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. നമുക്ക് അബദ്ധം വരുമ്പോൾ ആരും അറിയാൻ പാടില്ല, പക്ഷെ മറ്റുള്ളവരുടെ അബദ്ധങ്ങളും വീഴ്ചകളും എല്ലാവരും അറിയണം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ദയയുള്ളവർക്കാണ് മറ്റുള്ളവരോട് ദയ കാണിക്കാനും അവരോട് നന്മയായിട്ട് പെരുമാറാനും സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഈ ദിവസങ്ങളിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ദയ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി ദയ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം അവിടെ ഊട്ടുമുറിയിൽ TV ഉണ്ട്, അതിലിങ്ങനെ വാർത്ത വച്ചിട്ടുണ്ടായിരുന്നു.
നമ്മൾ അതിലിങ്ങനെ 2 വരികൾ ഇങ്ങനെ എഴുതി പോകുന്നുണ്ടായിരുന്നു ഇന്നത്തെ വാർത്തയിൽ. അതിങ്ങനെയാണ്: മൂവാറ്റുപുഴയിൽ ഒരു മകൻ അമ്മയെ 3 പവൻ്റെ മാലയ്ക്ക് വേണ്ടി കൊന്നു. അപ്പോൾ ഒരു അമ്മയുടെ 3 പവനുള്ള മാല എടുക്കുന്നതിന് വേണ്ടി മകൻ അമ്മയെ കൊന്നു. അതാണ് ഞാൻ ഇന്ന് TV-യിൽ ഇങ്ങനെ വാർത്തയായിട്ട് പോകുന്നത് കണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 3 പവൻ്റെ മാലയ്ക്ക് വേണ്ടി അമ്മയെ കൊല്ലാൻ തയ്യാറാകുന്ന മക്കൾ. അതുകൊണ്ട് വലിയ ചെയിനുള്ള മക്കൾ അമ്മമാരൊക്കെ സൂക്ഷിക്കുന്ന നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു 3 പവൻ്റെ ചെയിന് വേണ്ടിയാണ് ആ അമ്മ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഓരോ ദിവസവും ഭക്ഷണം വെച്ച് കൊടുത്ത് ആ മകന് രോഗം വന്നപ്പോൾ എല്ലാം ചെയ്തു കൊടുത്ത അമ്മയെ ഒരു 3 പവൻ്റെ ചെയിന് വേണ്ടിയാണ് ആ മകൻ കൊന്നത്. പേര് കണ്ടിട്ട് നമ്മുടെ കൂട്ടരാണെന്ന് തോന്നുന്നേ. ജോജോ എന്നോ അങ്ങനെ എന്താണെന്ന് പേര് കണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദയയില്ലാത്ത പ്രവൃത്തികൾ നമ്മൾ പലതും കേൾക്കുന്നു. ഏതാനും ദിവസം മുമ്പാണ് എറണാകുളം പനമ്പള്ളി നഗറിൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ പ്രസവിച്ച കുട്ടിയെ, ഒരു ദിവസം പ്രായമുള്ള ആൺകുട്ടിയെ ആദ്യം കൊല്ലാൻ വേണ്ടി വായിൽ തുണി കയറ്റി, അതിനുശേഷം വേറൊരു തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് ആ കൊച്ചു കുഞ്ഞിനെ കൊന്നു. അതിനുശേഷം ആ സ്വന്തം അമ്മ തന്നെ ആ കുഞ്ഞിനെ അടുത്തുള്ള പറമ്പിൽ, വേസ്റ്റൊക്കെ ഇടുന്ന പറമ്പിലേക്ക് ആമസോണിൻ്റെ ഒരു പാഴ്സൽ വന്ന കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് എറിഞ്ഞു. പക്ഷേ എറിഞ്ഞതിന് ശക്തി കുറവായതുകൊണ്ട് ആ കുട്ടി നടുറോട്ടിൽ വീണു, ശവശരീരം. അങ്ങനെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞു. അങ്ങനെ പോലീസ് വന്നു. അങ്ങനെ നമ്മളെല്ലാവരും വാർത്തയിൽ വായിച്ചു. ഒരമ്മയ്ക്ക് എങ്ങനെയാണത് സാധിക്കുന്നത്? ആ അമ്മയുടെ നല്ലൊരു ഓമനത്വമുള്ള ഒരാൺകുട്ടി, 1 വയസ്സ്, ഒരു ദിവസം മാത്രം ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ജീവിക്കാൻ സാധിച്ച ഒരാൺകുട്ടി, ആ ആൺകുട്ടിയെ കൊല്ലുക മാത്രമല്ല, ജനലിലൂടെ വലിച്ചെറിയുക. അതിനുശേഷം ആ ശവശരീരം അടക്കം ചെയ്യുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മയും പറഞ്ഞു, അമ്മയുടെ മാതാപിതാക്കളും പറഞ്ഞു, ഞങ്ങൾക്ക് ആ ശവശരീരം വേണ്ട, ഞങ്ങൾ അടക്കം ചെയ്യാൻ തയ്യാറല്ല. ആ അമ്മയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അപ്പൻ്റെ വീട്ടുകാരും പറഞ്ഞു വേണ്ട എന്ന്. അങ്ങനെ പോലീസാണ് ആ കുട്ടിയുടെ ശവശരീരം പൊതുശ്മശാനത്തിൽ നല്ലൊരു മഞ്ചൊക്കെ വാങ്ങി അവർ ആ കുഞ്ഞിനെ അടക്കുന്നത്. അപ്പോൾ എന്നെ ആകർഷിച്ച ഒരു കാര്യം, പോലീസ് വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിൻ്റെ ആ മഞ്ചയുടെ മുകളിൽ നല്ല പൂക്കളും 1-2 പാവക്കുട്ടികളെയൊക്കെ വെച്ച് കെട്ടി, പാവക്കുട്ടികളും പൂക്കളുമൊക്കെ കുഞ്ഞിന് നൽകിയ ഒരു കൊച്ചു കുഴിമാടത്തിൽ ആ കുഞ്ഞിനെ പോലീസ് സല്യൂട്ട് കൊടുത്ത്, കുഞ്ഞെ മാപ്പ്, നിന്നോട് ഇത് ചെയ്ത എല്ലാവരെയും പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞ് പോലീസ് മാപ്പ് ചോദിച്ച് ഈ ഭൂമിയിൽ ഒരു ദിവസം മാത്രം ജീവിക്കാൻ സാധിച്ച ആ കുഞ്ഞിനെ അടക്കം ചെയ്തതിനെക്കുറിച്ചുള്ള വാർത്ത കണ്ടു. അപ്പോൾ സ്നേഹമുള്ളവരെ, മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ദയ ഇല്ലാതായി പോകും. ദയയില്ലാത്ത പ്രവൃത്തികൾ കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും കൂടി വരുമ്പോൾ ഈ ലോകത്തിൽ കുടുംബ ബന്ധങ്ങളിലും ഈ സമൂഹത്തിലും ദയ എന്ന പുണ്യം നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച വായിച്ച വേറൊരു സംഭവമാണ് കോട്ടയം വാകത്താനത്ത് സംഭവിച്ചതാണ്. 2 പേർ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടെ അവർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതിൻ്റെ പേരിൽ സിമൻറ്റ് മിക്സ് ചെയ്യുന്ന മെഷീൻ ക്ലീൻ ചെയ്യാൻ 19കാരൻ അതിനകത്ത് കയറിയപ്പോൾ ആ 19കാരനോട് ദേഷ്യമുണ്ടായിരുന്ന പ്ലാന്റിൻ്റെ ഓപ്പറേറ്റർ ആ മെഷീൻ ഓൺ ചെയ്തു. സിമൻറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനിൽ കിടന്ന് കറങ്ങി ആ യുവാവ് മരിച്ചു. ആ യുവാവിനെ പുറത്തേക്ക് മെഷീൻ തട്ടിയിട്ട് JCB ഉപയോഗിച്ച് ആ കമ്പനിയുടെ വേസ്റ്റ് കുഴിയിലിട്ട് അതിൻ്റെ മുകളിൽ മണലടിച്ച് ഒന്നും അറിയാത്ത പോലെ ജീവിക്കുന്ന സഹപ്രവർത്തകൻ. സ്നേഹമുള്ളവരെ, എത്ര ക്രൂരമായ കാര്യങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്ന കാര്യങ്ങളാണിത്, അറിയാത്ത എത്രയോ സംഭവങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ദയ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ദയ നൽകണമേ. അതോടൊപ്പം ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും കർത്താവിൻ്റെ ദയ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ദയയെക്കുറിച്ചും തെറ്റായ ദയയെക്കുറിച്ചും വചനം പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ തെറ്റായ രീതിയിൽ ദയ കാണിക്കാം ചില പാപ സാഹചര്യങ്ങളിൽ. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഏലി പുരോഹിതൻ തെറ്റായ ദയ തൻ്റെ മക്കളോട് കാണിക്കുന്നതിനെക്കുറിച്ച് ദൈവം സാമുവേലിനോട് പറയുന്നുണ്ട്. 1 സാമുവേൽ 3:13. ദൈവം സാമുവേലിനോട് പറഞ്ഞു, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിനുമേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഏലി പുരോഹിതൻ ദൈവം വലിയ കൃപ നൽകിയ പുരോഹിതനാണ്, അനുഗ്രഹിച്ച കുടുംബമാണ്. പക്ഷേ തൻ്റെ മക്കൾ, ഏലി പുരോഹിതൻ്റെ മക്കളെല്ലാം തോന്നിവാസികളായിരുന്നു. വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 2-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്രയും അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ കണ്ടത്. ഏലി വൃദ്ധനായി. തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അപ്പോൾ ഈ പുരോഹിതനായ അപ്പൻ മക്കളുടെ തെറ്റായ കാര്യങ്ങളൊക്കെ കുറിച്ച് കേട്ടു. അവർ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ മക്കൾക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ല. മക്കൾക്കെതിരായിട്ട് ഒരു നടപടിയും എടുക്കാത്തത് മൂലം അവർ ആ മക്കൾ തോന്നിയതുപോലെ തന്നെ ജീവിച്ചു. അവസാനം ദൈവം ഇടപെടുകയാണ്, ആ കുടുംബത്തെ നശിപ്പിച്ച് കളയുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് ഒത്തിരിയേറെ പ്രതിസന്ധികൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഏലി പുരോഹിതൻ തൻ്റെ മക്കൾക്കോട് കാണിച്ചത് തെറ്റായ ദയയായിരുന്നു. മക്കൾ തെറ്റാണ് പ്രവർത്തിക്കുന്നത്, ദൈവദൂഷണമാണ് അവർ പറയുന്നത്. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുമായിട്ട് അവർ വ്യഭിചാരം ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും അവരെ ശകാരിച്ചതല്ലാതെ അവരെ അവിടെ നിന്ന് പുറത്താക്കാനോ ശക്തമായ നടപടികൾ എടുക്കാനോ ഏലി തയ്യാറായില്ല. അതിൽ ദൈവത്തിന് കോപം വന്നു. അങ്ങനെ ദൈവം ആ കുടുംബത്തെയും വരാനിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ തലമുറകളെ നശിപ്പിക്കുമെന്ന് സാമുവേലിനോട് പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, തെറ്റായ ദയ കാണിക്കുന്നതും ദൈവസന്നിധിയിൽ തെറ്റാണെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരാളോട് ഇഷ്ടമുള്ളതിന് പ്രതി അയാൾ തെറ്റ് ചെയ്യുമ്പോൾ ദയ കാണിക്കരുത്. നമുക്കൊരാളോട് ഇഷ്ടമുള്ളതിനെ പ്രതി അയാൾ പാപം ചെയ്യുമ്പോൾ അതിനോട് സഹകരിക്കരുത്. നമുക്കൊരാളോട് ഇഷ്ടമുള്ളതേ പ്രതി നമ്മുടെ മക്കളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ തെറ്റായ ദയ കാണിച്ചാൽ ദൈവസന്നിധിയിൽ അത് സ്വീകാര്യമല്ല എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മക്കളോടോ പ്രിയപ്പെട്ടവരോടോ തെറ്റായ ദയ കാണിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഏലി പുരോഹിതൻ്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടും അവരെ ശകാരിച്ചതല്ലാതെ പുരോഹിതൻ ഒരു നടപടിയും എടുത്തില്ല. സമാഗമ കൂടാരത്തിലെ സ്ത്രീകളോടൊപ്പം അവർ വ്യഭിചാരം ചെയ്തിട്ടും പുരോഹിതൻ അവരെ തടഞ്ഞില്ല, ശകാരിച്ചതല്ലാതെ. ദൈവം ആ കുടുംബത്തെ ശിക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തെറ്റായ ദയ, അനാവശ്യമായ ദയ കടന്നു വരാം. ചില ആളുകൾ ചില വ്യക്തികളുമായിട്ട് തെറ്റായ സ്നേഹബന്ധത്തിൽ വീഴുന്നു. എന്നിട്ട് ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് സ്വന്തം ജീവിത പങ്കാളിയോട് വഞ്ചന കാണിച്ച് പ്രവർത്തിക്കുന്ന, തെറ്റായ ദയ കാണിക്കുന്ന എത്രയോ മനുഷ്യരാണുള്ളത്. തെറ്റായ ദയ, അത് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് കർത്താവ് സാമുവേൽ പ്രവാചകനിലൂടെ, സാമുവേലിൻ്റെ പുസ്തകത്തിലൂടെ ഏലി പുരോഹിതൻ്റെ കുടുംബത്തിൻ്റെ ഉദാഹരണത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്.
അതോടൊപ്പം സ്നേഹമുള്ളവർ, നമ്മുടെ കുടുംബങ്ങൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നൊന്തു പ്രസവിച്ച അമ്മയെ 3 പവൻ്റെ മാലയ്ക്ക് വേണ്ടി കൊല്ലുന്ന മക്കളും, 10 മാസം ചുമന്ന കൊച്ചു കുഞ്ഞിനെ ജനിച്ച ഉടനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ജനലിലൂടെ വേസ്റ്റ് കളയുന്നത് പോലെ പുറത്തേക്കെറിയുന്ന അമ്മമാരും, കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ സിമൻ്റ് മിക്സറിൽ മെഷീനിലിട്ട് കറക്കി ക്രൂരമായി കൊന്ന് JCB കൊണ്ട് വേസ്റ്റ് കുഴിയിലിട്ട് മൂടുന്ന ജോലിയിടങ്ങളും നമ്മുടെ ദേശത്ത് വരുമ്പോൾ കർത്താവ് കണ്ണീരോടുകൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദയയുള്ളവരായി മാറാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ വലിയ സ്വഭാവമായ ദയ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ക്രൂരമായി പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ ദയ വന്ന് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ക്രൂരമായ പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദയ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ ദേശങ്ങളിലും ക്രൂരത പ്രവർത്തിച്ച് സന്തോഷിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച ഒരു ഗാനം പാടാനായിട്ട് ഒരുങ്ങാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവ സ്വഭാവമായ ദയ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദയ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഈ ലോകത്തെ സമർപ്പിക്കുന്നു. ഓരോ ദിവസം മുമ്പോട്ട് പോകുമ്പോഴും ദയ നഷ്ടപ്പെടുന്ന, ക്രൂരത വർദ്ധിക്കുന്ന ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദയ വന്ന് നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വത്തിൽ നിന്ന് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കൂടുതൽ സൗഖ്യത്തിനും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരങ്ങളടിച്ച് പാടാം. ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമായി അയക്കേണ്ടവേ, ഈ ശിക്ഷനാം ദാസരിലേ. ആശിഷമായി
രോക്ഷമെല്ലാം വെടിഞ്ഞിടുവാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ രോക്ഷമെല്ലാം വെടിഞ്ഞിടുവാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ യേശുവിൻ ശക്തിയായി കേണവേ ഈ ശിഷ്യനാം നിന്നാസരിമേ യേശുവിൻ ശക്തിയായി കേണവേ ഈ ശിഷ്യനാം നിന്നാസരിമേ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധിയിലേ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ തരുന്നു അനുഗ്രഹിക്കൂ. 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 കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്, അതരം തുറന്ന് സ്തുതിച്ച്, ശബ്ദം ഉയർത്തി സ്തുതിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, 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 വിടുതൽ നൽകണം, സൗഖ്യം നൽകണം, അനുഗ്രഹം നൽകണം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ, ഇവിടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ ദൈവശക്തി ഇറങ്ങി വരട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വിജയങ്ങൾ ഉണ്ടാകട്ടെ, അഭിഷേകം നിറയട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, സ്ഥലവിൽപ്പന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ, വരുമാന മാർഗങ്ങൾ ലഭിക്കട്ടെ, നല്ല കാലാവസ്ഥ ലഭിക്കട്ടെ. യേശുവേ, കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. യേശുവേ, ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, ശക്തി നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കൃപ നിറയട്ടെ. യേശുവേ, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പ്രാവശ്യം അബോർഷനായി പോയി. ഇനിയും തനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ 3-ാമത്തെ പ്രാവശ്യം ഗർഭം ധരിക്കുമ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഈശോ ആ സഹോദരിയോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ശക്തമായിട്ടുള്ള തലവേദന, പ്രത്യേകിച്ച് ഈ ചൂടുകാലം തുടങ്ങിയതിന് ശേഷം ശക്തമായിട്ടുള്ള തലവേദന, അസ്വസ്ഥതകളും അനുഭവപ്പെടുന്ന 11 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗപീഠകളുള്ള 6 സഹോദരിമാരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതിലൊരു സഹോദരിക്ക് ഗർഭാശയ മുഖത്ത്
ക്യാൻസറിൻ്റെ രോഗപീഠയുള്ള ഒരു സഹോദരിയാണ്. കർത്താവ് 6 പേരുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലവിധത്തിലുള്ള സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോകുന്ന 33 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കു പറ്റിയ ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വീണതിൻ്റെ ഭയം മാറ്റുന്നു. അതോടൊപ്പം പരിക്കുകൾ ഉണ്ടായിരുന്നതിൽ നിന്നും സൗഖ്യം നൽകി ഈശോയെ സഹോദരി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ ചൂടുകാലം ആരംഭിച്ചതിന് ശേഷം സ്കിൻ തൊലിപ്പുറത്ത് ചുടുകുരു, അതുപോലെയുള്ള അലർജി, ചൊറിച്ചിൽ, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വളരെയധികം അനുഭവിക്കുന്ന 40ഓളം പേരെ ഈശോ അനുഗ്രഹിക്കുന്നു, സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. SSLC +2 പരീക്ഷകളുടെ റിസൾട്ട് അടുത്തിരിക്കുന്നതിനാൽ വളരെയധികം ഉത്കണ്ഠയോടുകൂടെ റിസൾട്ട് കാത്തിരിക്കുന്ന 72ഓളം കുട്ടികളെ ഈശോ കാണുന്നു, ഈശോ അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സം മാറ്റി കർത്താവ് 4 പേരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടുകാലമായതിനാൽ കൂടുതൽ സമയം മുറിയിലിരുന്ന് മൊബൈൽ ഫോൺ കാണുകയും അതിൽ മോശമായ കാര്യങ്ങൾ കൂടുതൽ കണ്ട് പല തെറ്റുകളിലും ഏർപ്പെടുന്ന 72ഓളം പേരോട് അതിൽ നിന്ന് പിൻവാങ്ങാനും കർത്താവിനോട് കൂടുതൽ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനും ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയൽപക്കങ്ങൾ തമ്മിൽ വലിയ ഭിന്നതയും അസ്വസ്ഥതകളുമുള്ള 11 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കഴുത്ത് തിരിക്കുവാൻ വലിയ പ്രയാസം, കഴുത്തിരിക്കുമ്പോൾ വലിയ വേദന അനുഭവപ്പെടുന്ന 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു സാക്ഷ്യം. ജിജി മുണ്ടയ്ക്കൽ, മൈലള്ളാമ്പാറ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ആർമിയിൽ ജോലി ചെയ്യുന്ന അവന് ടൈഫോയിഡ് പിടിപെട്ടു. 6 ആശുപത്രികളിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അസുഖം കുറഞ്ഞില്ല. ഒടുവിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കുമ്പോൾ ഞാനിവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മകന് രോഗസൗഖ്യം ലഭിച്ചു. ഇത്ര വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ജിജി മുണ്ടയ്ക്കൽ, മൈലള്ളാമ്പാറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനഭാരത്താൽ അലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആടിപ്പാടുള്ളവൻ കര
ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച് ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥതയിൽ ഈ സമൂഹം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൂദാസ്ലീഹായുടെയും വിശുദ്ധ മിഖായേലിന്റെയും ശക്തമായ ഇടപെടൽ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഈശോയെ കരുണ ചൊരിയണം. ഈശോയെ അങ്ങയുടെ തിരുമുഖത്തിൽ നിന്ന് പ്രകാശം ഒഴുക്കണം. എല്ലാ ഇരുട്ടും നീങ്ങട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ. അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഷോൾഡറിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള വേദനയുള്ള 11ഓളം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള 3 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ബിസിനസ്സുകൾ ചെയ്തിട്ടും വിജയിക്കാതെ ഒത്തിരി മനസ്സ് ഡൗണായി പോയ ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരോഗ്യ പ്രശ്നം മൂലം ജോലിക്ക് പോകാനാകാത്ത ഒരു വ്യക്തിക്ക് നല്ല ആരോഗ്യം ഈശോ നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരം. സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും